എൻ്റെ പേര് സുരേഷ്, 47 വയസ്സ്. ഞാൻ കേരളത്തിൽ തൃശ്ശൂർ ജില്ലയിൽ അയ്യന്തോൾ പറഞ്ഞ സ്ഥലത്ത് താമസിക്കണു. വീട്ടിൽ അച്ഛൻ, അമ്മ, വൈഫ്, 4 വയസ്സുകാരൻ മോൻ ഉണ്ട്. ഞാൻ 12 വർഷം ഗൾഫിലായിരുന്നു. ഇപ്പോൾ 10 വർഷമായിട്ട് തൃശ്ശൂർ തന്നെ അയ്യന്തോളുള്ള തപസ്യ അപ്പാർട്ട്മെൻറ്റിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യണു. സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് നിങ്ങൾ എങ്ങനെയാണ് അറിഞ്ഞത്? ഞാൻ ഇങ്ങനെ ചേർപ്പുള്ള അശോകേട്ടൻ വന്ന് പറഞ്ഞു മോനെ സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിനെ പറ്റിയിട്ട്. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് കേട്ട് പിന്നെ എടുക്കാൻ അങ്ങനെ കുറച്ച് നീണ്ടുപോയി. പിന്നെ എനിക്ക് തോന്നി ഒരു ഇൻഷുറൻസ് എടുത്ത് നല്ലതാണ്. ഇങ്ങനെ ചിലവും കാര്യങ്ങളും ഹോസ്പിറ്റൽ ചിലവും ഓരോരുത്തരും അങ്ങനെ പറഞ്ഞു വെക്കുമ്പോൾ ഭാര്യ ചിലവ് വരുമ്പോൾ നമുക്കൊരു ഇൻഷുറൻസ് ഉള്ളത് നല്ലതാണ്. വർഷത്തിലൊരു പ്രീമിയം കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കണമല്ലോ, ഹോസ്പിറ്റൽ ചിലവിനെ പറ്റിയിട്ട്. പിന്നെ ആളെ വിളിച്ചു വന്നിട്ട് ഫാമിലി അഷുർ ഇൻഷുറൻസ് എടുത്തു. ആദ്യം 5 ലക്ഷമായിരുന്നു, പിന്നെ അത് കഴിഞ്ഞ വർഷം തൊട്ട് 10 ലക്ഷമാക്കി. നിങ്ങൾ ഇതുവരെ എന്തെങ്കിലും ക്ലെയിമുകൾ എടുത്തിട്ടുണ്ടോ? മോന് കഴിഞ്ഞ വർഷം ഒരു പനി വന്നിട്ട് അടുത്ത ഡോക്ടറിനെ കാണിച്ചു. പക്ഷെ അത് മാറണില്ല. പനി, കഫക്കെട്ട്, ചുമ അങ്ങനെയൊക്കെ വന്നു. ന്യൂമോണിയ ആവേണ്ട അവസ്ഥ എത്തി. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ തൃശ്ശൂരിലെ ഒരു ഹോസ്പിറ്റലിൽ പോയി. ഇപ്പോൾ അവരപ്പം തന്നെ പെട്ടെന്ന് അഡ്മിറ്റ് ആവണം പറഞ്ഞു. അങ്ങനെ അഡ്മിറ്റാക്കി പിന്നെ ഒരാഴ്ചത്തോളം കിടന്നു. അപ്പോൾ സ്റ്റാർ ഹെൽത്ത് ഉള്ളതുകൊണ്ട് അവിടെ ചോദിച്ചു, ഹോസ്പിറ്റലുകാർ ചോദിച്ചു ഇൻഷുറൻസ് വല്ലതുകൊണ്ട് വെച്ചുമ്പോൾ സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട് പറഞ്ഞു. അങ്ങനെ അതിൻ്റെ കാർഡ് കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. അവർ അത് അപ്പം തന്നെ എൻ്റർ ചെയ്തിട്ട് പിന്നെ ഒരാഴ്ചത്തോളം മോൻ അഡ്മിറ്റായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് പൈസ കാര്യമൊന്നും ടെൻഷനൊന്നും ഉണ്ടായില്ല അതിനെപ്പറ്റി. വെച്ചാൽ ക്യാഷ്ലെസ് ആയിരുന്നു. വേറെ ആദ്യം മുമ്പേ പൈസ കെട്ട് അങ്ങനത്തെ പരിപാടിയൊന്നും ഉണ്ടായില്ല. ഫുള്ള് ക്യാഷ്ലെസ് ആയിരുന്നു. നമുക്ക് വേറെ ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. നിങ്ങളുടെ ക്ലെയിം അനുഭവം എങ്ങനെയായിരുന്നു? മോനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ വഴിക്ക് അവർ പറഞ്ഞു മോനെ ഇൻഷുറൻസ് ഉണ്ടോ ചോദിച്ചു. അപ്പോൾ സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട് പറഞ്ഞു. അങ്ങനെ അതിൻ്റെ കാർഡും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി ഓഫീസിൽ കൊടുത്തു. അപ്പോൾ അവർ അത് ക്യാഷ്ലെസ് ആയിട്ട് തന്നെ ചെയ്തു തന്നു. പിന്നെ ഞാൻ നമ്മൾ അഡ്വൈസറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അശോകേട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു ക്യാഷ്ലെസ് ആയിട്ട് കിട്ടും, കുഴപ്പമില്ല എന്നൊക്കെയുള്ളതിൽ ആൾ സംസാരിച്ചു. അങ്ങനെ ഒരാഴ്ച അഡ്മിറ്റായിരുന്നു. ക്യാഷ്ലെസ് ആയിട്ടെല്ലാം കിട്ടി. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ പ്രാധാന്യം എന്താണ്? അതായത് ഇപ്പോൾ ഹോസ്പിറ്റൽ ചിലവ് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കാത്ത വഴിയാണ് ഓരോ ചിലവുകൾ വരുന്നത്. നമ്മൾ 1 ലക്ഷം എന്നുള്ളതിലും പോവാം, ചിലപ്പോൾ അത് 2 ലക്ഷം അങ്ങനെയൊക്കെ പോകും. അത് പെട്ടെന്ന് നമ്മുടെ അടുത്ത് കയ്യിൽ പൈസ ഉണ്ടായിക്കൊണ്ടല്ലോ. അസുഖങ്ങൾ ഏത് നിമിഷങ്ങളും വരാം. ആക്സിഡൻ്റ് ആയാലും അസുഖങ്ങളായാലും എപ്പോൾ വേണമെങ്കിലും വരാം. അങ്ങനെയൊക്കെ അല്ലേ. എൻ്റെ അനുഭവത്തിൽ അങ്ങനെയാണ്. മോന് പെട്ടെന്ന് വയ്യാതായതും കാര്യങ്ങളൊക്കെ. അന്ന് പൈസ ഒന്നും ഇല്ലാത്ത സമയമായിരുന്നു. അപ്പോൾ അതുള്ളതുകൊണ്ട് നമുക്ക് നന്നായി ക്യാഷ്ലെസ് ആയിട്ട് ക്ലെയിം കിട്ടി. അതൊക്കെ നല്ലതല്ലേ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒരു പോളിസി എങ്ങനെയും ഇപ്പോൾ 1 ടൈം കിട്ടുമ്പോൾ കുറച്ച് ഇതായാലും അത് കിട്ടുക. പിന്നെ എപ്പോഴും കയ്യിൽ പൈസ ഉണ്ടായിക്കൊള്ളണമെന്നില്ലല്ലോ. അപ്പോൾ നമ്മുടെ ബാങ്കിൽ എപ്പോഴും ഉണ്ടായിക്കൊള്ളണമല്ലോ. അപ്പോൾ ഇതാ ടൈം ആകുമ്പോൾ എങ്ങനെയും കിട്ടും. നമ്മൾ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇതിനെപ്പറ്റി ടെൻഷനില്ല. ഹോസ്പിറ്റൽ കേസ് വരിക അങ്ങനെ എന്തെങ്കിലും വന്നാലും നമുക്ക് അതിനെപ്പറ്റി ടെൻഷനില്ല. നിങ്ങളുടെ മകൻ്റെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയുണ്ട്? സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിനോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അതായത് മോനോ ഹോസ്പിറ്റലിലുള്ള സമയത്ത് അഡ്മിറ്റായി സ്റ്റാർ ഹെൽത്തിൽ രജിസ്റ്റർ ചെയ്തു ശേഷം അവർ വിളിച്ചുകൊണ്ടിരിക്കും. അതായത് 2 ദിവസം ഹോസ്പിറ്റലിലുള്ള സമയത്ത് തന്നെ 3-4 പ്രാവശ്യം വിളിച്ചു. മോൻ എങ്ങനെയുണ്ട് റിക്കവറി ആവണ്ടോ എന്നൊക്കെ വെച്ചിട്ട് വിളിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ വന്നിട്ടും ഒരു മാസത്തിനുള്ളിൽ അവർ 2 പ്രാവശ്യം വിളിച്ചു. അങ്ങനെ 2-3 മാസം അവർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് മോൻ എങ്ങനെയുണ്ട്, ഹെൽത്ത് ഓക്കെ ആണോ എന്നിട്ട് അവർ അങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. ഇപ്പോൾ എൻ്റെ മോന് അസുഖം മാറി. ഇപ്പോൾ മോൻ കളിക്കണം കാര്യങ്ങളൊക്കെ ആയിട്ട് കുഴപ്പമില്ല. അതായത് അപകടഘട്ടത്തിൽ സഹായിച്ച പോലെയായി സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് കാരണം. ഈ ഒരു സാഹചര്യത്തിൽ എന്നെ സഹായിച്ചതിന് സ്റ്റാർ ഹെൽത്തിനോട് നന്ദി രേഖപ്പെടുത്തണോ. താങ്ക് യു സ്റ്റാർ ഹെൽത്ത്.